ബുക്ക് വായിച്ച്. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡേറ്റിംഗ് ആണ് വിത്ത് മൈ സ്വീറ്റ് കമ്പനി. എൻ്റെ ജേർണൽ ഡയറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് സ്ലീവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വിചാരിച്ചത് ബുക്ക് കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അത് മാറ്റി. അതും നമ്മുടെ പഴയ ഷർട്ട് കൊണ്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷർട്ട് എടുത്ത് അന്ന് മുതൽ ഞാനിത് നോട്ടിട്ട് വെച്ചിരുന്നതാണ്. കാരണം ഇതിനൊരു നല്ലൊരു ആസ്തറ്റിക് ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എനിക്കെടുക്കാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അന്നേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ നാളായിട്ട് ഇതിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഈ ഒരു ബുക്ക് കവർ, ബുക്ക് സ്ലീവൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ വന്നപ്പം ആ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഒരു ബോക്സിൽ ഇതിരിക്കുന്നത് കണ്ടത്. സാധാരണ എല്ലാ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുമ്പോഴൊന്നും കമ്പനീനെ കൂട്ടാറില്ല. അധികം പെയിൻറ് യൂസ് ചെയ്യേണ്ടി വരുമ്പോഴും ഫ്ലെക്സ് കിക്കിൻ്റെ യൂസേജൊക്കെ കൂടുന്ന സമയത്തൊന്നും ഞാൻ കമ്പനീനെ കൂട്ടാറില്ല. ഉറങ്ങുമ്പോഴാണ് ചെയ്യാറ്. ബാക്കിയുള്ള സമയത്തൊക്കെ അവളെ കൂടുതലും ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചില്ലെങ്കിൽ അവൾ വരും, അത് വേറെ കാര്യം. നമ്മൾ പാരൻസ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തുക. അതിപ്പം ഏത് വയസ്സിലുള്ള കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല. അതല്ല, കുട്ടികൾക്ക് ഇൻഡിവിജ്വലായിട്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ പല രീതിക്കാണ് ബെനിഫിറ്റ്സ് ഉണ്ടാകുക. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് നന്നായി ക്രിയേറ്റീവായിട്ട് ഇമാജിനേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ സോഷ്യലൈസ് ആവാനും പിന്നെ അവരുടെ യങ് ഏജിൽ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാനും അങ്ങനെ പല രീതിക്കാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കമ്പനിയുടെ ഈ ഒരു ഏജിൽ ഈ ഒരു ബുക്ക് സ്ലീവ് ഉണ്ടാക്കുന്ന പോലത്തെ ആക്ടിവിറ്റീസ് അല്ല കൊടുക്കേണ്ടത്. അതിന് പകരം ആ ഒരു ഏജ് റിലേറ്റഡ് ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ടാലും അവരുടെ ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർ പിക്ക് ചെയ്യുന്നുള്ളത് ഷുവറാണ്. അതിപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ബിക്കോസ് ഞാൻ എന്തെങ്കിലും ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ എനിക്ക് അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ്. ഷീ ഈസ് നോട്ട് ആൻ ആർട്ടിസ്റ്റ്, ബട്ട് അമ്മ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലും എവിടേക്കോ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് കണ്ട് വളർന്നാണ് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഒന്ന് ക്രിയേറ്റീവായി ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുള്ളത്. ഇനി ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നൊരു ജേർണൽ ബുക്ക് കവർ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ബുക്ക് സ്ലീവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഈ ഒരു ഷർട്ട് കട്ട് ചെയ്തത് ബുക്ക് കവർ ഉണ്ടാക്കാനുള്ളൊരു അളവിലായിരുന്നു. പക്ഷെ അത് ചെയ്യണ കാര്യം ആലോചിച്ചപ്പോൾ എനിക്കത് കുറേ ടൈം എടുക്കുമെന്ന് തോന്നി. അത് കാരണം ഞാൻ പിന്നെ വിചാരിച്ചു ബുക്ക് സ്ലീവ് ഉണ്ടാക്കാം. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ജേർണൽ ബുക്ക് ഞാൻ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബുക്ക് കവർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ബുക്ക് സ്ലീവ് ആണെങ്കിൽ ജസ്റ്റ് ബാഗ് പോലെ യൂസ് ചെയ്യാമല്ലോ. ഈ ഷർട്ട് കട്ട് ചെയ്യുന്ന കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സിസേഴ്സ് ഒന്നും വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. നല്ല കട്ടി ഉണ്ടായിരുന്നു. അത് കാരണം നന്നായി മെനക്കെട്ട് കീറി എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടോട്ടമ്മ. ഫൈനലി ബുക്ക് സ്ലീവ് റെഡി ആയിട്ടുണ്ട്.
ഇതിനിടയിൽ ആ ഒരു പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഒരു ഭാഗത്ത് ഒരു കുറച്ച് കോഡ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളത്, പക്ഷെ ആ ഒരു ഇംപെർഫെക്ഷൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി.